San Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. San Jose Central School. 60 ആണ്ടായി താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നും കുടിയിറക്ക ഭീഷണിയിൽ വയോധികയും മക്കളും. ഞാൻ ഇരിക്കുന്ന വീട് 10-60 കൊല്ലമായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും എൻ്റെ മക്കളും 10-60 കൊല്ലമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ സ്വകാര്യ വ്യക്തി അവിടെ വന്ന മുതൽ തൊട്ടും ഞങ്ങൾക്ക് സ്വൈരം പറയണതില്ല. അതിൻ്റെ മുന്നേ കാലത്ത് നായന്മാരവിടെ താമസിച്ചു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പരാതിയും യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ സ്വകാര്യ വ്യക്തി അവിടെ വന്നപ്പോൾ അവൻ്റെ കാശിൻ്റെ സ്വാധീനം കൊണ്ട് രാഷ്ട്രീയത്തിനെയും മറ്റുള്ളവരെയും എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് സ്വൈരവും സമാധാനവും അവിടെ ജീവിക്കാൻ സമ്മതിക്കണില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ നാല് മക്കൾ ഒരാളെ കൊടുത്തു, 3 ആളും. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങളെ കേസും കോടതിയും ഇനി എത്താത്ത സ്ഥലമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടണില്ല. എവിടെ പോയാലും ഏത് കോടതിയിൽ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടണില്ല. എത്ര രേഖയുണ്ടെങ്കിലും ആ രേഖയൊന്നും അവർ സ്വീകരിക്കണില്ല. എല്ലാ രേഖയുണ്ട്, ഞങ്ങൾക്ക് നീതി അടയ്ക്കുന്നുണ്ട്, കറണ്ടുണ്ട്, പഞ്ചായത്ത് നമ്പറുണ്ട്, ഓണർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, റേഷൻ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒന്നും ഇല്ലാത്തതില്ല ഞങ്ങൾക്ക്. ഈ 10-60 കൊല്ലവും ഞാൻ അവിടെ താമസിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഒരാൾക്കും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ആരും ബുദ്ധിമുട്ടിച്ച് വന്നിട്ടുമില്ല. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് NOC പാസ്സാക്കിയിട്ടുണ്ട് പട്ടയത്തിന് വേണ്ടിയിട്ട്. പട്ടയത്തിന് ഞങ്ങൾ കൊടുക്കണമുണ്ട്, പട്ടയം കിട്ടിയിട്ടില്ല. എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തും ഞങ്ങളെ അവിടെ ബുദ്ധിമുട്ടിക്കുകയാണ്. പൊതുജനങ്ങളുടെ പരാതിയാക്കി ഇയാൾ കേസ് കൊടുത്ത കാരണമാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത്. പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ വ്യക്തി ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ വന്നിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട്. അതിനുശേഷമാണ് ഇയാൾ ഞങ്ങളതിനെ ഓട് വയ്ക്കുമ്പോഴും ഇയാൾ മനഃപൂർവ്വം പരാതി കൊടുത്ത് പഞ്ചായത്തിനെ സ്വാധീനിച്ച് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാനുള്ള രേഖകൾ ഉണ്ടാക്കുക. കള്ളരേഖകളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട് ഓട് വെച്ചതിന് ഇയാൾക്ക് എന്തിനാണ് ഇയാൾ ഞങ്ങളുടെ പേരിൽ പരാതി കൊടുക്കുക? അതുപോലെ പൊതുജനങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ പേരെഴുതി ചേർത്തിട്ട് അവരുടെ കള്ളൊപ്പ് ഇടിപ്പിച്ചിട്ടാണ് ഇയാൾ കോടതിയിൽ തെറ്റായ രേഖകൾ വെച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ടാക്കുന്നത്. അതിന് അയാൾ വിധി നേടുക. ഞങ്ങൾക്ക് എവിടെ പോയാലും നീതി കിട്ടണില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് വന്നാലാണ് ഇയാളുടെ കഴിവ് മാത്രമല്ല, പണത്തിൻ്റെയും രാഷ്ട്രീയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഉന്നത നേതാവിൻ്റെ പിൻബലം കൂടി ഇതിലുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് നീതി കിട്ടാത്തത്. ദേവസ്വത്തിൻ്റെ സ്ഥലമല്ലാത്ത സ്ഥലത്തിനെ ഇവർ ദേവസ്വമാണെന്ന്, പുറമ്പോക്ക് ഭൂമിയാണ് രേഖയിൽ, വില്ലേജിലും മറ്റുള്ള രേഖകളിലൊക്കെ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നാണെങ്കിൽ കൂടി അത് ദേവസ്വമാക്കി മാറ്റിയിട്ട് അത് ദേവസ്വം വക ഭൂമിയാണ് പറഞ്ഞ് അവിടെ 10-12 ആൾക്കാർക്ക് ഈ സ്ഥലമുണ്ട്, ഈ ദേവസ്വത്തിൽ പെട്ട സ്ഥലം. പക്ഷെ അവർക്ക് ആർക്കും കേസില്ല. ഈ ബീവാത്തുമ്മയ്ക്ക് മാത്രമാണ് ഈ കേസ്. ഞാൻ ജനിച്ചു വളർന്ന വീടാണത്. ഒറ്റ ഉമ്മയും ജനിച്ചു വളർന്ന വീടും സ്വർഗ്ഗതുല്യമാണെന്ന് പറയുക. പക്ഷെ നമുക്കത് സ്വർഗം ആവാൻ പറ്റുന്നില്ല. നമ്മുടെ അയൽവക്കക്കാരൻ വന്ന് താമസാക്കിയതിന് ശേഷം അതിൻ്റെ മുമ്പുള്ള ആളുകളായിട്ട് ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ്. ഈ സ്വകാര്യ വ്യക്തി വന്നതിന് ശേഷം ഇയാളുടെ മണിമാളികയ്ക്ക് കാഴ്ചയ്ക്ക് ഭംഗി കുറവാണെന്നുള്ള ഒരു ആവശ്യമായി ഇയാൾ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കര പൂക്കുളങ്ങര കോളനി റോഡ് ടാറിങ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ തൊട്ടിപ്പുറത്തുള്ള ഷീബ ഷുബു അവർ താമസിക്കും, ചിറ്റലപ്പള്ളി വർദ്ധപ്പൻ്റെ വീടാണത്. അവർ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. അവരും ഈ കേസിലുണ്ട്. അവരിപ്പോൾ ഇന്ന് എത്താൻ പറ്റില്ല, ജോലി കാരണം അവർ എത്തിയിട്ടില്ല. അപ്പോൾ ആ 2 വീടും അവിടെ നിന്ന് പൊളിച്ച് മാറ്റിയാലാണ് പൂക്കുളങ്ങര കോളനി റോഡ് ടാർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. RDOയ്ക്ക് അല്ല കേസ് കൊടുത്തത്, ഹൈക്കോടതിയിലാണ് പോയത്. സാധാരണ നമ്മൾ താഴെ കോടതിയിൽ നിന്നാണ് മുകളിലേക്ക് പോവുക. ഈ വ്യക്തി ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. ഈ റിട്ട് അപ്പീൽ കൊടുത്തിട്ട് ഞങ്ങൾ തള്ളിച്ചു. പിന്നെ അത് ഗവൺമെൻറ്റിലേക്ക് എത്തിയപ്പോൾ ഗവൺമെൻറ്റിൽ സ്വാധീനങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള രേഖകളില്ല. രേഖകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് കൊടുത്താലും ഈ രേഖ ഇല്ല എന്നാണ് ഓർഡറിൽ പ്രഖ്യാപിക്കുന്നത്.
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രേഖ ഇല്ല എന്ന് ഓർഡർ ഇടുമ്പോൾ അതിനെതിരെ നമുക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് തരുന്ന രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലാതെ ഞങ്ങൾ എഴുതി ഉണ്ടാക്കണതല്ല. ഗവൺമെൻറ് തരുന്ന രേഖയ്ക്ക് തന്നെ പല ഉദ്യോഗസ്ഥന്മാരും പല തട്ടിലാണ്. നീതിമാന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, നീതിമാന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇതിന് നീതിമാന്മാരല്ലാത്ത ആളുകളാണ് നമുക്കെതിരെ ഓർഡർ ഇടുന്നത്. അത് ഈ സ്വാധീനമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പഞ്ചായത്ത് കമ്മിറ്റി പരിശോധന നടത്തിയിട്ട് അത് ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി പാസ്സാക്കിയാൽ അന്ന് UDF ഭരിക്കേണ്ടായിരുന്നു. ഈ LDFൻ്റെ പഞ്ചായത്തുകൾ വരുമ്പോൾ മാത്രം ഞങ്ങൾക്ക് എതിരേ ഉള്ളൂ. UDFൻ്റെ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾക്ക് എതിരില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ആൾ ആരായിട്ടാണ് കൂടുതൽ കണക്ഷൻ എന്നുള്ളത്. അത് MLA ആയിരുന്നു ആൾ, ഇവിടെ MP ആയിരുന്നു, ഈ വക സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്, മന്ത്രി ആയിരുന്നു, MLA മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ തന്നെയാണ് ഇതിന് മുന്നിൽ. ഈ രേഖകൾ നമ്മൾ ഹിയറിങ്ങിന് വിളിച്ചിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ പരിശോധനയ്ക്ക് വന്നു ചേലക്കരയിൽ. അവരെന്നോട് പറഞ്ഞ ഭാഷ എന്താണെന്ന് അറിയൂ. കാരണം നമുക്കിത് സമൂഹത്തിനോട് പറയാതിരിക്കാൻ പറ്റില്ല. ഡെപ്യൂട്ടി കളക്ടർ വനിതയായിരുന്നു. അവർ വന്നിട്ട് സ്ഥലപരിശോധനയൊക്കെ നടത്തിയിട്ട് പറയണത്, സൈനു നിങ്ങളുടെ കയ്യിലുള്ള രേഖയൊക്കെ ശരി തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മെമ്പർമാർ പറയണതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഡെപ്യൂട്ടി കളക്ടർ പറയുകയാണ്. അപ്പോൾ പിന്നെ ഇവർ ഒരു അധികാരപ്പെട്ട ആളുകളല്ലേ, സർക്കാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ. അവർ നമ്മൾ ഒരു കടലാസ് നമുക്ക് അയക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കണം? ജനപ്രതിനിധികൾ പറയുന്നത് കേൾക്കാനല്ലല്ലോ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരെത്തി ചെല്ലണത്. നീതി ന്യായം എവിടെ? സത്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പോണത്. ഈ സത്യം നീതി എന്നല്ല ഇവിടെ നടക്കണത്. ആരുടെ അടുത്ത് പണം ഉണ്ടോ അല്ലെങ്കിൽ ആർക്കും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ അവർ പറയുന്നതാണ് ഇവിടെ നടക്കണത്. ഈ ചേലക്കര 22 വാർഡിലുണ്ട് പുറമ്പോക്ക്, 22 വാർഡിലുണ്ട്. ഇതൊന്നും പ്രശ്നമില്ല. റോഡ് സൈഡിലുണ്ട്. ഞങ്ങളുടെ വീടിന് മുമ്പ് കൂടെ ബസ് പോണതാണ്, നിങ്ങൾക്കറിയാലോ. ബസ് പോകുന്നുണ്ട്, വട്ടുള്ളിയിലേക്ക് പോകുന്നുണ്ട്, തോന്നറക്കരയിലേക്ക് പോകുന്നുണ്ട്, പത്തൂരി വഴിക്ക് പോകുന്നുണ്ട്, ഏച്ചാടി വഴിക്ക് ഒക്കെ ബസ്സുകൾ പോകുന്നുണ്ട്. ഈ വീട് റോഡിൻ്റെ നടുക്കിലാണെന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, ബഹുമാനപ്പെട്ട കോടതികളെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇവർ. അപ്പം ഞാനും മോളും കൂടിയാണ് പോയത്. അവിടെ പോയപ്പോൾ എന്താണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ന പോലെയാണ്, ഞങ്ങൾക്ക് ആ മരത്തിൻ്റെ കൊമ്പൊക്കെ ഒന്ന് മുറിച്ച് തരണം പറഞ്ഞു. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ പറഞ്ഞു. അപ്പോൾ സംസാരിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ 2 റൂം, ഞങ്ങളുടെ വീടിൻ്റെ 2 റൂം പൊളിച്ചു കൊടുത്താൽ ഈ മാവും കൊമ്പ് കടയോടക്കനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചു തരാം, അല്ലാത്തവിടത്തോളം കാലം നടക്കില്ല, വരുന്നതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും പറഞ്ഞു രാധാകൃഷ്ണൻ പ്രതംഡി. ഞങ്ങളുടെ ശവവും ആ വീടും കൂടിയിട്ട് അവരെടുത്തോട്ടെ, അല്ലാതെ ഞങ്ങളതിനെ അതിന് കൂടി ഒഴിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് തീരുമാനം. ഞങ്ങൾക്കൊരു വീട് സ്ഥലം വേറെ തന്നാലും ഞങ്ങൾ പോകാൻ തയ്യാറല്ല. ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, പഞ്ചായത്തിന് വേണ്ടിയിട്ടോ പൊതുജനങ്ങൾക്കോ വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ സമ്മതത്തോടു കൂടി കൊടുത്തേർന്നു. ഇതൊരു വ്യക്തിക്കായതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ വീടും ശവവും കൂടിയിട്ട് ഈ പഞ്ചായത്ത് ഏറ്റെടുക്കണം. അതാണ് ഇനി ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ ഞങ്ങൾക്ക് ഇതിന് യാതൊരു ഓപ്ഷനും ഇനി ഇല്ല. ഞങ്ങൾക്ക് നീതിയില്ല. സുപ്രീം കോടതിയും കഴിഞ്ഞു, ഹൈക്കോടതിയും കഴിഞ്ഞു, എല്ലാ കോടതികളും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു. ഇനി ഇതിന് വേണ്ടത് ഒരു തീരുമാനം എടുക്കേണ്ട ജനങ്ങളാണ്. നിങ്ങളിത് പുറത്തു കൊണ്ടുവരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യം.